ഹായ് ഫ്രണ്ട്സ്, പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. നമുക്ക് പിന്നെയും ഒരു വീക്കെൻഡ് വന്നിരിക്കുകയാണ്. അതായത് ജോലിക്ക് പോകാനുള്ള സമയം പിന്നെയും ആകെയാണ്. നമ്മൾ കുറച്ച് ദിവസമായില്ലേ രാത്രി പാക്ക് ചെയ്ത് കൊണ്ടുപോകുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട്. അപ്പോൾ ഉറങ്ങുന്ന സമയമായി. നാളത്തെ ടെമ്പറേച്ചർ നോക്കി 10 ഡിഗ്രിക്ക് മേലെ വരുന്നില്ല, പ്ലസ് മഴ ദിവസമാണ്. അപ്പോൾ അതിന് പറ്റിയ രീതിയിലാണ് നമ്മൾ പ്രിപ്പറേഷൻസ് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ നാളെ കൊണ്ടുപോകുന്ന സാധനങ്ങൾ. ഒന്നാമത്തേന്ന് പറയുന്നത് നാളത്തേക്കുള്ള ഫുഡ് ഇവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ട് ചൂടായതുകൊണ്ടാണ് അടയ്ക്കാത്തത്. ഇങ്ങനെ ഇരുന്നോളും, കേടാകൊണ്ടിരിക്കും. നാളെ ഒരു ഉച്ചയ്ക്ക് 2 മണി വരെ ഇരിക്കും. സാമ്പാറുണ്ട്, വഴുതനങ്ങ വലത്തുണ്ട്, അതവിടെ ഇരിക്കട്ടെ. കുട്ടപ്പന്മാർ 2 ആപ്പിളുണ്ട്, കപ്പലണ്ടി ഉണ്ട്, നമ്മൾ കുട എടുത്തിട്ടുണ്ട് മഴയായതുകൊണ്ട്. പിന്നെ നമ്മുടെ ട്രൈപോഡ് എടുത്തിട്ടുണ്ട്, നമ്മുടെ യൂഷ്വൽ പെർഫ്യൂം എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ മോയ്സ്ചറൈസർ എടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ ചില പ്രൊഡക്ട്സ് ഹാൻഡിൽ ചെയ്യുമ്പോൾ കൈ ഭയങ്കരമായിട്ട് ഡ്രൈ ആവും. അപ്പോൾ അങ്ങനെ ഒരു മോയ്സ്ചറൈസർ ഉള്ളത് നല്ലതാണ്. വാച്ച് എടുത്തിട്ടുണ്ട്, വാച്ചിലാണ്ടെങ്കിൽ പറ്റൂല, കാരണം മൊത്തം ഒരു ടൈമിൽ നടക്കുന്നതുകൊണ്ട് വാച്ച് വേണം. പിന്നെ നമുക്ക് പഠിക്കാനായിട്ട് നമ്മുടെ ടാബ് കൊടുത്തിട്ടുണ്ട്. ഇത്ര സാധനങ്ങൾ കൊണ്ടാണ് നമ്മൾ നാളെ ജോലിക്ക് പോകണേ. ഇതൊക്കെ യൂസ് ചെയ്യും. ഇത്ര സാധനങ്ങൾ എനിക്ക് വേണം ഒരു ദിവസം തള്ളി നീക്കാനായിട്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇനി നാളെ ജോലിക്ക് പോയിട്ട് കാണാം എന്താവും പരിപാടികളെന്നൊക്കെ. സുപ്രഭാതം. ഇന്നലെ മഴ പെയ്യുമെന്ന് പറഞ്ഞെങ്കിലും മഴയില്ല. പക്ഷേ വിൻഡിയാണ്, അതേപോലെ 7 ഡിഗ്രിയാണ്, അതേപോലെ തന്നെ ഒടുക്കത്തെ കാറ്റായതുകൊണ്ട് നല്ല തണുപ്പുമുണ്ട്. ഞാൻ കാലത്ത് പുറത്ത് ബാൽക്കണിയിൽ ഒന്ന് ടെസ്റ്റ് അടിച്ച് നോക്കിയപ്പോൾ മനസ്സിലായി നമ്മുടെ യൂഷ്വൽ ജാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ തണുക്കും. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഈ ചേട്ടനിട്ടു. കറുപ്പിലേക്ക് കയറേണ്ട സമയം ആയിട്ടില്ല, അതിനുള്ള തണുപ്പില്ല. അപ്പോൾ ഇനി നേരെ ജോലിക്ക്. ഇന്നത്തെ ജോലിക്ക് ഒരു ചെറിയൊരു പ്രശ്നം കിട്ടിയിട്ടുണ്ട്. അതെന്താണെന്ന് ജോലി സ്ഥലത്ത് എത്താറാവുമ്പോൾ ഞാൻ പറയാം. എന്തെങ്കിലും അറേഞ്ച് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. അറേഞ്ച് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഞാൻ ഇച്ചിരി കൂടി നേരം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എന്താ പറ്റിയെന്ന് പറയാം. എന്തൊക്കെ പറ്റിയാലും പറ്റിയില്ലെങ്കിലും നമ്മൾ മുന്നേറും, നമ്മൾ മുങ്ങില്ല, നമ്മൾ പൊരുതും. എല്ലാ ദിവസവും പുതുമയുള്ള പ്രശ്നം വരുന്നത് എന്തുകൊണ്ടും ജോലിക്കൊരു പുതുമ കൊടുക്കുമെന്ന് പറയുന്നത് വളരെ ശരിയാണ്. അതേപോലെ തന്നെ ഇന്നും ഒരു പ്രശ്നമുണ്ട്. അതായത് 6 ആൾക്കാർ കാലത്തെ മോർണിംഗ് ടീമിൽ വരേണ്ട അടുത്ത് 4 ആൾക്കാർ വരുന്നുള്ളൂ. അപ്പോൾ അതൊരു വലിയ പണിയാണ്. ഞാൻ വേറെ ആരെങ്കിലും അറേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് നോക്കി. പക്ഷേ ഈ വെളുപ്പം കാലത്ത് 6 മണിക്ക് അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഗോപിയായി. എനിക്ക് വേണമെങ്കിൽ ഈ 2 ആൾക്കാർ ഇതിൽ റിപ്പോർട്ടൊക്കെ ചെയ്ത് നമുക്ക് ആകെ വീർപ്പിക്കാം. പക്ഷേ അതിലൊരു പോയിന്റിൽ ആ 2 പേരുടെ ജോലി പോകുമെന്നല്ലാതെ വേറെ ഒന്നും അവിടെ നടക്കാൻ പോകില്ല. അല്ലെങ്കിൽ അവർക്ക് വാണിംഗ് കിട്ടുമെന്നല്ലാതെ വേറെ ഒന്നും നടക്കാൻ പോകുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഇവിടെ ആൾക്കാരില്ല എന്ന് പറഞ്ഞ് വലിയ പ്രശ്നമാക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഈ ടീമിൻ്റെ പ്രൊഡക്ടിവിറ്റി കുറയും. അത് കഴിഞ്ഞ് വരുന്ന ടീം, രണ്ടാമത് കുറേ ടീമുകളുണ്ടെന്ന് ഞാൻ പറഞ്ഞുള്ളൂ, പല ടൈമിൽ വരുന്നത്. ഈ ഒരു ടീം സെറ്റ് ആയാലാണ് ബാക്കി എല്ലാ ടീമുകൾക്കും കാര്യങ്ങൾ നടക്കുള്ളൂ. അപ്പോൾ ഈ ടീമാണ് ഹാർഡ് കോറായിട്ട് നിൽക്കണേ. അപ്പോൾ ഇവരിൽ 2 പേര് വന്നില്ലെങ്കിൽ അതൊരു വലിയ ഒരു കുറവായിട്ട് നിൽക്കും. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? നമ്മളവിടെ ചെല്ലുന്നു, കാലത്ത് തന്നെ നമ്മുടെ കൂടെ ബാക്കിയുള്ളവരുണ്ടല്ലോ അവരെ അങ്ങോട്ട് പുഷ് ചെയ്യുന്നു, മോട്ടിവേറ്റ് ചെയ്യുന്നു. നമുക്ക് പറ്റും. കാരണം നമ്മൾ ഇതിനേക്കാൾ വലിയ സിറ്റുവേഷൻസ് ഫേസ് ചെയ്തിട്ടുമുണ്ട്, അതിജീവിച്ചിട്ടുമുണ്ട്. ആ ഒരു മോട്ടിവേഷൻ എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാരുടെ എണ്ണം കുറവാണെങ്കിലും കാര്യങ്ങൾ നടക്കും. ഈ സ്റ്റുഡിയോയിലെ കാര്യം ഒറ്റ നോക്കി പറയുകയാണെങ്കിൽ ഒരു മരം പോലെയാണ്. നല്ല തഴച്ച് മുകളിലേക്കൊക്കെ പൊന്തി പടർന്നു വന്നിലിച്ചിറങ്ങുന്ന ഒരു മരം പോലെയാണ്. അത്രയും മരത്തിൻ്റെ പുറമേ ഉള്ള ഈ മരം പടർന്നു വന്നിലിച്ചൊക്കെ ആയിരിക്കും എല്ലാവരും കാണുന്നത്. പക്ഷെ അതിൻ്റെ താഴ്വേര് അത്രയും ബലം ഉള്ളതുകൊണ്ടാണല്ലോ ഈ മരം അത്രയും ഉഷാറായിട്ട് നിൽക്കുന്നത്. അതേപോലെ തന്നെയാണ് ഇവിടെയും. ഈ താഴ്വേരാണ് കാലത്ത് 6 മണിക്ക് വരുന്ന ടീം. അതിന് എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റിയാൽ ബാക്കി എല്ലാ ടീമുകൾക്കും അതിൻ്റേതായ പ്രശ്നങ്ങൾ വരും. അപ്പോൾ ഈ ആദ്യത്തെ ടീമിൻ്റെ പ്രൊഡക്ടിവിറ്റി പറഞ്ഞാൽ ആ ബ്ലെയിം എനിക്ക് വരും. അത് കഴിഞ്ഞിട്ട് വരുന്ന ഓരോ ടീമിൻ്റെയും പ്രൊഡക്ടിവിറ്റി ഇതിനനുസരിച്ച് കുറയുമല്ലോ. അപ്പോൾ എല്ലാ ബ്ലെയിമും കൂടി അവസാനം വരും. അവസാനം ഞാൻ രാത്രി വൈകുന്നേരം ഇതിന് ജസ്റ്റിഫിക്കേഷൻ ഉണ്ടാക്കാൻ നിൽക്കണം. അതൊരു വൃത്തികെട്ട ചടങ്ങാണ്. അപ്പോൾ ആൾക്കാരുടെ എണ്ണം കുറവാണ്. അത് അറ്റ്ലീസ്റ്റ് ഇപ്പം അറിയാൻ പറ്റി. അത് അവർക്ക് പറയാനുള്ള മര്യാദയുണ്ടായി. അതിൽ അവരോട് താങ്ക്ഫുള്ളാണ്. അത് 1 മണിക്കൂർ കൊണ്ട് അറിഞ്ഞുകൊണ്ട് എനിക്ക് അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാൻ പറ്റി. അപ്പം എല്ലാവരും ജോലി ചെയ്യും. ഒരു ഇച്ചിരി കൂടി എക്സ്ട്രാ ഇടേണ്ടി വരും. ഞാനും ചെയ്യും. നമ്മളിതും കടന്നു പോകും. അങ്ങനെയാണ് അതിൻ്റെ പരിപാടി. അപ്പോൾ ജോലിക്ക് കയറട്ടെ. ഇന്നത്തെ യുദ്ധക്കളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഷൂട്ട് ചെയ്യുന്നില്ല കേട്ടോ. ഇന്ന് ആൾക്കാരുടെ എണ്ണം കുറവായതുകൊണ്ട് എൻ്റെ കിളി പാറും. സോ നമുക്ക് ഇന്നത്തെ ദിവസം ആർഭാടമായിട്ട് അങ്ങോട്ട് തുടങ്ങാം. ആർഭാടമായിട്ടില്ല, തെറ്റില്ലാത്ത രീതിയിൽ അങ്ങോട്ട് തുടങ്ങാം. അപ്പം ശരി, വന്ന് കയറി കാലത്തെ മോട്ടിവേഷൻ കൊടുത്ത് എല്ലാവരും ചിൽ എന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അങ്ങനെ ഒരു ഇമോഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂടെ
എത്ര വൃത്തികെട്ട സിറ്റുവേഷൻ ആയാലും നമ്മുടെ ടീം നിൽക്കും എന്ന് പറയുന്നത് സത്യമാണ്. കാരണം എൻ്റെ മെയിൻ ടീമിനെ ഞാൻ അങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ആവശ്യമില്ല, പക്ഷേ ഞാനതൊരു ആവശ്യമായി കണ്ടപ്പോൾ അവരെൻ്റെ കൂടെ നിന്നു. എല്ലാവരും ഇപ്പോൾ 2x പണിയെടുക്കണേ. ഞാനും പണിയെടുക്കാൻ പോവുകയാണ്. ഞാനും അവരെ പോലെ തന്നെ പോയി സ്കാൻ ചെയ്യാൻ പോവുകയാണ്. പദവികൾ എന്തുകൊണ്ടാവട്ടെ, സാഹചര്യത്തിൽ നമ്മളും കൂടി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളും ആർഭാടമായിട്ട് ചെയ്യണം. അങ്ങനെയാണ് ഒരു നല്ലൊരു വർക്ക് സ്പേസ് ആവുന്നത്. ഇപ്പോൾ ഞാനിത്രയും മോട്ടിവേഷൻ കൊടുത്തിട്ട് ഞാനിവിടെ എവിടെയെങ്കിലും പോയിരുന്നു ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പം ഞാനും അവരുടെ കൂടെ അങ്ങോട്ട് ചെയ്യും. അതാണ് അതിൻ്റെ ഒരു ഇത്. എനിക്കാണെങ്കിൽ നല്ല ഉറക്കപ്പിച്ചുണ്ട്, പക്ഷേ ഇറ്റ്സ് ഫൈൻ. നമ്മൾ ചെയ്തില്ലെങ്കിൽ വരാത്തവർക്കൊരു ബുദ്ധിമുട്ടോ, അത് അവർക്ക് തെറ്റാവട്ടെ ശരിയാവട്ടെ, നമ്മളായിട്ട് കുഴപ്പമില്ലാത്തവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് മോശമല്ലേ. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി ജോലിക്ക് പോട്ടെ. മിസ്റ്റർ വെയിൽ സർ, വി വർ ഷോർട്ട് ഇൻ നമ്പർ ബട്ട് വി ഡിഡ് അവർ ജോബ് in the most professional way. How do you feel? And satisfied. What made you do it? Satisfied. Paul made me do it. He's a great boss. He's okay, enough. Okay, go. Shoo. Patricia, I would like to ask you the same. We were short in number, but we did everything in a professional way. Yeah. We were short in number, but we did the job on time. What do you think about it? We're doing great, as always. Okay. Today, we had 5 bays. And it was a tragic morning since not many people came. So, what made us be professionals? Like, how did we do this? Is it because of our unity or what do you think? Because we have high quality. We just know what to do. We are professionals. And what do you think, sir? I believe it's all thanks to our amazing boss, Paul. Go, sure. Not me. They were the best. മംഗളകരമായി ദിവസം ഇതുവരെ പോയിട്ടുണ്ട്. തീർന്നിട്ടില്ല, തീർന്നുകൊണ്ടിരിക്കുന്നു. ഇനി വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾ കാലത്തെ ടീം ഒത്തുപിടിച്ചു. അവർ വഴി ബാക്കി എല്ലാ ടീമുകൾക്കും കറക്റ്റായിട്ട് പ്രൊഡക്ട്സ് കിട്ടി. കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് പോയി. ഇതുവരെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഇന്നെല്ലാവരും ചത്തിട്ടാണ് പോയത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഞാൻ ഒരു ചെറിയൊരു ബോണസ് പോലെ എല്ലാവർക്കും 1.5 മണിക്കൂർ വെച്ച് എക്സ്ട്രാ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം പേയ്മെൻറ്റ് എല്ലാവർക്കും മണിക്കൂറിനായതുകൊണ്ട് എനിക്ക് അതേ ചെയ്യാൻ പറ്റുള്ളൂ എൻ്റെ ഒരു ഇതിൽ വെച്ചിട്ട്. പിന്നെ എല്ലാവരും എന്താ പറയുക, ദേ ഓൾ ഡിഡ് ഗ്രേറ്റ്. അല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ തീർക്കില്ല. കാരണം 2 ആൾക്കാരുടെ ഷോർട്ടേജ് ഒന്നും ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി ഒത്തുപിടിച്ചു, കാര്യങ്ങൾ നടന്നു, പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇപ്പം ഞാനാണെങ്കിൽ എനിക്ക് ഈ ഓട്ടം ചാട്ടം ഇന്ന് ഇരുന്നിട്ടില്ല. ഇന്ന് ആൾക്കാർ കുറവായതുകൊണ്ടേ ഇരുന്നിട്ടില്ല. അതുകൊണ്ടാണ് ഇന്ന് വലിയ കാര്യമായിട്ട് വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റാഞ്ഞ. ഇപ്പം തിരക്കുകളൊക്കെ കഴിഞ്ഞ് ഇപ്പം ഞാൻ ഫ്രീ ആയപ്പോൾ ഇവിടെ വന്നിരിക്കുന്നു എന്ന് മാത്രം. ഇത്തിരി വെളിച്ചത്ത് വന്നിരിക്കുകയെന്ന് വെച്ചാൽ കാരണം ഈ അകത്ത് ഈ ലൈറ്റിൽ ഇരുന്നിട്ട് കണ്ണ് വേനെടുക്കും. കുറേ നേരം നമ്മൾ അതിനകത്ത് സ്ട്രെസ് ചെയ്തിരുന്ന് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് നേരം നല്ല വെളിച്ചത്തിൽ ഇരിക്കാം എന്ന് വെച്ചുകൊണ്ട് എനിക്ക് വന്നിട്ട് ഇതേ പുറത്തേക്ക് ഒരു കസേര ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. കുറച്ച് ഒരു 10-15 മിനിറ്റായി. വിചാരിച്ചു ഇന്ന് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ലല്ലോ, നിങ്ങളോടൊന്നും പറഞ്ഞില്ലെങ്കിൽ എനിക്ക് വിഷമമാവും. ഞാൻ അങ്ങോട്ട് വന്നിരിക്കുന്നു, നിങ്ങളോട് ഓരോന്നും ഇങ്ങനെ സംസാരിക്കുന്നു. എല്ലാ കാര്യങ്ങളും സൂപ്പറായിട്ട് നടന്ന പ്രശ്നമൊന്നുമില്ല. നമ്മുടെ കൂടെ ഇഷ്ടം പോലെ ആൾക്കാരാവും. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് തോക്കണം. അതെന്തിനാണെന്നറിയോ? ചില സമയത്ത് ഫെയിലിയർ എന്ന് പറയുന്ന സാധനം സക്സസ്സിലേക്കുള്ള സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ്. അത് നമ്മൾ സ്കൂളിൽ പഠിച്ച കാലം തൊട്ട് കേൾക്കണതാണ്. അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നത് നമുക്ക് നമ്മുടേതായ ഓരോ സാഹചര്യങ്ങൾ വരുമ്പോഴാണ്. എനിക്കിപ്പോൾ ഇഷ്ടംപോലെ സാഹചര്യങ്ങളുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നമ്മുടെ ഗ്രാഫ് ഒന്ന് കയറുമ്പോൾ നമ്മുടെ കൂടെ ഒരു ലോഡ് ആൾക്കാരാവുന്നു. ആ ഗ്രാഫ് ഒന്ന് താഴുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നമ്മുടെ കൂടെ ആരൊക്കെ കാണും, ആരൊക്കെയാണ് നമ്മളെ ശരിക്കും സപ്പോർട്ട് ചെയ്യാൻ നിന്നതും നമ്മളെ അവസരോചിതമായി അവസരോചിതമായി ഉപയോഗിക്കാൻ നിന്നതും എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ജീവിതത്തിൽ തോൽവികൾ വരും, ഉയർച്ചകളും വരും. ഇത് രണ്ടും വന്നാലാണ് ജീവിതത്തിന് ഒരു നീക്കുപോക്ക് ഉണ്ടാവുള്ളൂ. അത് തോൽവി മാത്രമായാലും പറ്റില്ല, ജയം മാത്രമായാലും പറ്റില്ല. തോറ്റു കഴിഞ്ഞാൽ നമുക്ക് വേറെ രീതിയിൽ പിന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ജയിച്ചുകൊണ്ട് തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ അത് ബോറാണ്. ഫ്ലക്ച്വേറ്റിംഗ് ആണെങ്കിൽ ഇറ്റ് വുഡ് ബി ബെറ്റർ. രണ്ടും വേണം. ഇപ്പം എൻ്റെ കേസിൽ ഏറ്റവും എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ യുക്രൈനിൽ ഞാൻ ഗ്രാഫിങ്ങിന് കയറി പോയപ്പോൾ എൻ്റെ കൂടെ കുറേ പേരുണ്ടായിരുന്നു. പെട്ടെന്ന് യുദ്ധം വരുന്നു, ആ ഗ്രാഫ് ഒറ്റയടിക്ക് താഴ്ന്ന് നിലം പതിക്കുന്നു. പിന്നെ അവിടെ നിന്ന് ഞാൻ പൊന്തില്ല, തീർന്നു എന്ന് വിചാരിച്ചോടുന്ന് ഞാൻ പൊന്തി. അത് ഞാൻ ഒട്ടും പൊന്തില്ല എന്ന് വെച്ചാൽ കാരണം
സീറോ ഇൻഫോ, സീറോ നോളജ് വാട്ട് ടു ഡു നെക്സ്റ്റ്, അബൌട്ട് വാട്ട് ടു ഡു നെക്സ്റ്റ്. അവിടുന്ന് ഞാൻ കയറിയിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ വിവരമുള്ളവരാണ് എൻ്റെ വീഡിയോസ് കാണുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം ഓരോ വർഷം ഇറങ്ങുന്ന ഓരോ ഗ്രാജുവേഷൻ അല്ലെങ്കിൽ ഓരോ ഇത് പഠിച്ചിറങ്ങുന്ന സ്റ്റുഡൻസ് അത്ര അപ്ഡേറ്റഡ് ആണ്. അപ്പോൾ നിങ്ങൾക്കും പറ്റും, നോക്കട്ടെ, അതൊരു നല്ല കാര്യമാണ്. അടുത്ത പരിപാടി പിടിക്കുക, മുന്നേറുക, കാര്യങ്ങളൊക്കെ സെറ്റാകും. സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങിയ സമയത്തെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം ആകെ 3 മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ ട്രാം പിടിക്കാനായിട്ട്. അപ്പോൾ വെച്ച് പിടിച്ച് ഓടി കത്തിച്ച് ട്രാം കയറിയപ്പോൾ ആണ് ഓർത്ത് അയ്യോ ഇറങ്ങിയ സമയത്ത് വീഡിയോ എടുക്കാൻ മറന്നു എന്ന്. തിരിച്ച് നമ്മുടെ ഹോസ്റ്റലിനടുത്ത് എത്തി. നല്ല മഴ പെയ്യുന്നുണ്ട്. ലക്ഷറി മഴ ആയിട്ടില്ല. ലക്ഷറി മഴ വെതർ പ്രകാരം 1 മണിക്കൂറും കൂടി കഴിയുമ്പോൾ പെയ്യും. സമയം ഇപ്പോൾ 8 മണി ആയിട്ടുണ്ട്. ഞാൻ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ മഴയുടെ ഇൻറ്റൻസിറ്റിയും കൂടുന്നുണ്ട്. അപ്പോൾ ദിവസം കഴിഞ്ഞു. ദിവസത്തിന് പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ചലഞ്ചിങ് പരിപാടികളൊക്കെ നിങ്ങൾ കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. കാലത്തോട്ടം പരിപാടികൾ കാര്യങ്ങളൊക്കെ നടക്കണ്ടായിരുന്നു. എല്ലാം തീർന്നു. ഇനിയിപ്പോൾ നമ്മുടെ പരിപാടി തിരിച്ചു പോവുക, റെസ്റ്റ് എടുക്കുക, നാളത്തേക്ക് പ്രിപ്പയർ ചെയ്യുക. നാളത്തേക്ക് പ്രിപ്പയർ ചെയ്തിട്ട് പോവുക, അടിച്ച് പൊളിക്കുക. നാളെ അത്ര വലിയ പണിയില്ല. നാളെ ചിൽ ഡേ ആയിരിക്കും, വളരെ ചിൽ ഡേ ആയിരിക്കും. അപ്പം അങ്ങനെയാണ് എൻ്റെ പരിപാടികൾ. അപ്പം കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ല ഞാൻ എന്ന് പറഞ്ഞ നമ്മുടെ പരിപാടി. അതായത് ഉയർച്ചകളും താഴ്ചകളും വരും. അത് രണ്ടും ഉണ്ടെങ്കിലാണ് ലൈഫിനൊരു പവറുള്ളൂ. ഉയർച്ച മാത്രമാണെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. ഇടയ്ക്കിടയ്ക്കൊന്ന് തോറ്റാലാണ് നമ്മുടെ കൂടെ ആരൊക്കെ ഉണ്ടാവും എന്നുള്ള കാര്യം മനസ്സിലാവും. പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ തോറ്റാണ് തുടങ്ങിയത്. അതുകൊണ്ട് പിന്നെ ആ ഒരു കാര്യത്തിലൊരു പ്രശ്നമേ ഇല്ല. അപ്പോൾ ശരി, നമുക്ക് വേറൊരു നല്ലൊരു വ്ളോഗിൽ കാണാം. ഇന്ന് എന്തായാലും ഞാൻ പോയി കിടക്കട്ടെ. ഇനി വേറെ കാണിക്കാനോ തിരിക്കാനോ പിരിക്കാനോ പരിപാടികളൊന്നുമില്ല. മഴയാണ്. ഈ ഫോണിൽ ഇനി വെള്ളം കയറിയിട്ട് അല്ലെങ്കിൽ മൈക്കിൽ വെള്ളം കയറിയിട്ട് നാശമാവാൻ വയ്യ.